അക്ഷര CCTV DVR എടുക്കണം. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. വിഷ്വൽ ഡിലീറ്റ് ചെയ്തതാണെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യാം. അത് ഞാൻ എടുത്തുതരാം. അക്ഷര എന്റെ കൂടെ. ഓക്കെ. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പൂർണ്ണിമ ചേച്ചിക്ക് ഇപ്പൊ എത്തും. ഞാനും JD ഒന്ന് അങ്ങോട്ട് പോകും. നിങ്ങളെല്ലാം നോക്കി വെക്കുമ്പോഴേക്കും തിരികെ വരാം. ഓക്കെ. ഓക്കെ. അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാ. അതെ, സഞ്ജയ് ചേട്ടനെ അവൾക്ക് നന്നായി അറിയാവുന്നതാ. ധ്വനിമോൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവൾക്ക് നിലനിൽപ്പുണ്ടാവില്ല. ആ രീതിയിലാവും ചേട്ടൻ പ്രതികരിക്കുകയെന്ന് അവൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വരും വരായിക ചിന്തിച്ചല്ല മനുഷ്യൻ ഇഷ്ടമുള്ളത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് താര അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. പൂർണ്ണിമേ, മോളെ നീ സമാധാനപ്പെട്. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ നമുക്കങ്ങനെ എടുത്തു പറയാൻ ഉള്ള ശത്രുക്കള് ആരാന്ന്? എന്നോട് ഇപ്പൊ ഏറ്റവും ദേഷ്യമുള്ള ആള് രാജിവെച്ച് പുറത്തുപോയ മിനിസ്റ്റർ ജേക്കബ് ജോൺ ആയിരിക്കും. അതിന് സാധ്യതയുണ്ട്. അയാൾ നമ്മളെ വേദനിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കും. അതുറപ്പാ. മോളെ നീ ഒരു കാര്യം ചെയ്യും, കമ്മീഷണർ വിളിക്ക് സംസാരിക്കും. പറയ കാര്യം പറ. നീ എത്രയൊക്കെ ഡ്രാമ കളിച്ചാലും നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പൂർണ്ണിമയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി എന്റെ കുഞ്ഞിനെ നീ ആയുധമാക്കരുത്. ധോനിമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. സഞ്ജയ് പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കേ. എനിക്ക് ഈ ലോകത്തിന്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ. അവളുടെ ശരീരത്തൊരു പൊടി പറ്റിയാൽ പോലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതെനിക്ക് അറിയാം സഞ്ജയ്. ധ്വനി മോളെ ഞാനൊന്നും ചെയ്തിട്ടില്ല, സത്യം. ഇപ്പൊ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. സത്യം മറിച്ചായാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കിട്ടണം സർ. കമ്മീഷണർ നേരിട്ട് കേസെടുത്ത് ഒരു DYSPയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ടീം ഉടനെ തന്നെ സ്കൂളിലെത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഓ, പിന്നെ കേസിന്റെ കാര്യങ്ങൾ ഈ അവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ പൂർണ്ണിമയെ വിളിക്കാത്തത്. കാര്യങ്ങളൊക്കെ മഹാദേവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ അല്ലേ? ഷുവർ സർ, ഞാൻ പറഞ്ഞോളാം. എനിക്ക് പക്ഷേ ഇതൊരു നല്ല കാര്യമായിട്ടാ തോന്നുന്നേ. എല്ലാവർക്കും മുൻപിൽ അഹങ്കാരത്തോടെ തല ഉയർത്തി നിൽക്കുന്ന പൂർണിമ നെഞ്ചു പൊട്ടി കരയുന്നത് കാണാനും ഒരു രസമൊക്കെ ഉണ്ട്. നീ വിഷമിക്കണ്ട അഷിത. ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്ന ഒരിക്കലും നിവരാത്തതുപോലെ പൂർണിമയുടെ തല കുനിയുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അത് വേണം മാഡം. എന്തിനും മാഡത്തിനൊപ്പം ഞാനുണ്ടാവും. അവിടുത്തെ വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാൽ അപ്പൊ തന്നെ നീ എന്നെ അറിയിക്കണം. ശരി. പൂർണ്ണിമ മറ്റു സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഞാൻ വിളിക്കാം. ഓക്കെ. എന്നാലും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ആരായിരിക്കും?